ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ് ബയോളജി 2ാം ചാപ്റ്ററിൻ്റെ മലയാളം മീഡിയത്തിൻ്റെ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഓൾറെഡി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. നാഡീവ്യവസ്ഥയാണ് ഇനി പഠിക്കാൻ പോണതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മനുഷ്യരിലെ നാഡീവ്യവസ്ഥയാണ് നമ്മൾ നോക്കുന്നത്. ഹ്യൂമൻ നെർവസ് സിസ്റ്റം. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് നാഡീവ്യവസ്ഥയാണെന്നറിയാമല്ലോ. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. നാഡീവ്യവസ്ഥയിൽ മസ്തിഷ്കം, സുഷുമ്ന നാഡികൾ, ഗ്രാഹികൾ എന്നിവ ഉൾപ്പെടുന്നു. അപ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ നാഡീവ്യവസ്ഥയെക്കുറിച്ചൊരു കൂടുതൽ മാർക്കിലുള്ള ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെഴുതാം? ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. മസ്തിഷ്കം, സുഷുമ്ന നാഡികൾ, ഗ്രാഹികൾ എന്നിവയാണ് നാഡീവ്യവസ്ഥയുടെ പ്രധാന ഘടകങ്ങൾ എന്നൊക്കെ പറയാം. ന്യൂറോണുകളെ പറ്റി ആദ്യം തന്നെ നമുക്ക് പഠിക്കാം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് നാഡീകോശങ്ങൾ അഥവാ ന്യൂറോണുകൾ. നമ്മൾ നാഡികൾ എന്ന് പറയാം, നാഡീകോശങ്ങൾ എന്ന് പറയാം, അതല്ലെങ്കിൽ എന്ത് പറയാം? ന്യൂറോണുകൾ എന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്താൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണിവ. എന്താണ് നമ്മൾ ഡെഫിനിഷൻ പഠിച്ചു. എന്താണ് നിർമ്മാണ ഘടകങ്ങൾ? നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് നാഡീകോശങ്ങൾ. ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്താൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണിവ. എന്താണ് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ചൂട്, തണുപ്പ്, വേദന തുടങ്ങിയ വികാരങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, പുറത്തുനിന്ന് അനുഭവിക്കാവുന്ന അത്തരം കാര്യങ്ങളെ നമ്മൾ ഉദ്ദീപനങ്ങൾ എന്ന് പറയുക. ആ ഉദ്ദീപനങ്ങളെ മനസ്സിലാക്കി, ചൂടാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം? കൈവലിക്കണം എന്ന് സന്ദേശങ്ങൾ രൂപപ്പെടുത്താൻ ആർക്കാണ് കഴിയുന്നത്? നാഡീകോശങ്ങൾക്കാണ് കഴിയുന്നത്. നൽകിയിട്ടുള്ള വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിത്രീകരണം 2.9 വിശകലനം ചെയ്ത് ന്യൂറോണിൻ്റെ ഘടനയെപ്പറ്റി കുറിപ്പ് തയ്യാറാക്കി ന്യൂറോണുകളിലൂടെയുള്ള സന്ദേശങ്ങളുടെ സഞ്ചാരപാതയുടെ ഫ്ലോ ചാർട്ട് ചിത്രീകരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ഡയഗ്രാം കാണുന്നുണ്ട് അല്ലേ? കാണുന്നുണ്ടോ എല്ലാവർക്കും ഒരു ഡയഗ്രാം? ഓക്കെ, എന്താണ് ആ ഡയഗ്രാം? ഇതാണ് ന്യൂറോണിൻ്റെ ഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഏറ്റവും മെയിനായിട്ടുള്ള ഭാഗത്തിനെ നമ്മൾ സെൽ ബോഡി അല്ലെങ്കിൽ കോശശരീരം എന്നൊക്കെ പറയും. കോശശരീരം, അതാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. കോശശരീരത്തിൽ ഒരു ന്യൂക്ലിയസ് പോലൊക്കെ കാണുന്നുണ്ട്. നമ്മൾ കോശശരീരം പഠിച്ചു. ഇനി കോശശരീരത്തിൻ്റെ ശാഖകളാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത്. കളർ മാറ്റട്ടെ. കോശശരീരത്തിൻ്റെ ശാഖകളാണ് ഡെൻഡ്രോണുകൾ. ആ ഡെൻഡ്രോണുകളുടെ ശാഖകളാണ് ഡെൻഡ്രൈറ്റുകൾ. ഇനി കോശശരീരത്തിൽ നിന്നും വലിയതായിട്ട് പോകുന്ന ഒരു ശാഖയാണ് അല്ലെങ്കിൽ ഒരു ഭാഗമാണ് ആക്സോൺ എന്ന് പറയുന്നത്. ആക്സോണിൻ്റെ ശാഖകളാണ് ആക്സോണൈറ്റുകളുടെ അറ്റത്ത് ബൾബ് പോലെയുള്ള സിനാപ്റ്റിക് നോബുകൾ കാണപ്പെടുന്നു. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? കോശശരീരം പഠിച്ചു, അതിൻ്റെ ശാഖയായിട്ടുള്ള ഡെൻഡ്രോൺ പഠിച്ചു, ഡെൻഡ്രോണിൻ്റെ ഉപശാഖയായിട്ടുള്ള ഡെൻഡ്രൈറ്റ് പഠിച്ചു, കോശശരീരത്തിൽ നിന്നും വരുന്ന ആക്സോൺ പഠിച്ചു, ആക്സോണിൻ്റെ ശാഖയായിട്ടുള്ള ആക്സോണൈറ്റ് പഠിച്ചു, പിന്നീടോ ആക്സോണൈറ്റിനറ്റത്ത് വരുന്ന സിനാപ്റ്റിക് നോബും പഠിച്ചു. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു വർക്ക് എന്തായിരുന്നു? എങ്ങനെയാണ് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു സന്ദേശത്തിൻ്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടിട്ടില്ലേ? ക്വസ്റ്റ്യൻ വായിച്ചു തരാം. ന്യൂറോണിലൂടെയുള്ള സന്ദേശങ്ങളുടെ സഞ്ചാരപാതയുടെ ഫ്ലോ ചാർട്ട്. ഞാൻ ഇതിൽ തന്നെ അടയാളപ്പെടുത്തുകയാണേ. നമുക്കറിയാം ഏറ്റവും പുറത്ത് കാണപ്പെടുന്ന ഭാഗം ഡെൻഡ്രൈറ്റ് ആണ്. അപ്പോൾ ഡെൻഡ്രൈറ്റിൽ നിന്നും മെസ്സേജ് എന്ത് ചെയ്യും? ഡെൻഡ്രോണിലേക്ക് പോകും. ഡെൻഡ്രോൺ അത് ആർക്ക് കൊടുക്കും?
കോശ ശരീരത്തിന് കൊടുക്കും. അപ്പോൾ ഇവിടെ എത്തി മെസ്സേജ്. ഇങ്ങനെ വന്ന് നമുക്ക് കളർ മാറ്റി വരയ്ക്കാം. ഇങ്ങനെ വന്ന് ഡെൻഡ്രോൺ വഴി കോശ ശരീരത്തിലെത്തി നിൽക്കുകയാണേ. കോശ ശരീരത്തിൽ നിന്ന് ഇനി എങ്ങോട്ടാണ് പോകുന്നത്? ആക്സോണിലേക്ക് പോകുന്നു. ആക്സോണൈറ്റിലെത്തുന്നു. സിനാപ്റ്റിക് നോബിലെത്തുന്നു. അവിടെ നിൽക്കുമോ മെസ്സേജ്? ഇല്ല. കാരണം എന്താണ്? ഇവിടെ ഇനി അടുത്തൊരു നാഡീകോശം കാണും. ആ നാഡീകോശത്തിന് ഡെൻഡ്രൈറ്റുകളും ഡെൻഡ്രോണുകളും ന്യൂക്ലിയസും കോശ ശരീരവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സിനാപ്റ്റിക് നോബിൽ നിന്ന് അടുത്ത ഡെൻഡ്രൈറ്റിലേക്ക് പോവും, ഡെൻഡ്രോണിലേക്ക് പോവും, കോശ ശരീരത്തിലേക്ക് പോകും, ആക്സോണിലേക്ക് പോകും. അങ്ങനെ ഒരുപാട് ന്യൂറോണുകൾ അടുക്കി പെറുക്കി വെച്ചിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അങ്ങനെയാണ് നമ്മൾ ന്യൂറോണുകൾ അടുക്കി പെറുക്കി വെച്ചിട്ടുള്ളത്. അത്തരം ന്യൂറോണുകളും നാഡികളും സുഷുമ്നയും മസ്തിഷ്കവും ഗ്രാഹികളും ചേർന്നതാണ് നമ്മുടെ നാഡീവ്യവസ്ഥ. നാഡീകോശത്തിൻ്റെ കേന്ദ്രമാണ് കോശശരീരം. നമ്മൾ പഠിച്ചു അല്ലേ? ഇങ്ങനെ വരുന്നതിൻ്റെ ഒരു ന്യൂറോണിൻ്റെ മെയിൻ ഭാഗം അതാണ് കോശശരീരം. ഇവിടെ കോശസ്തരവും കോശദ്രവ്യവും ന്യൂക്ലിയസും കോശാംഗങ്ങളും കാണപ്പെടുന്നു. ഒരു കോശശരീരത്തിന് എത്ര ഘടകങ്ങളാണുള്ളത്? എത്ര പാർട്ടാണുള്ളത്? കോശസ്തരം. അതാണ് ഒരു കോശത്തിനെ അങ്ങനെ കവർ ചെയ്തിട്ട് നിർത്തിയിട്ടുള്ളത്. ആ ഒരു ഘടന കൊടുക്കുന്നത് കോശസ്തരമാണ്. കോശദ്രവ്യം ഇതിനകത്തുള്ള ഒരു ലിക്വിഡ് പോലത്തതാണ് കോശദ്രവ്യം. ഏതൊരു കോശവും പോലെ തന്നെയാണ് കേട്ടോ അത് വരിക. പിന്നെ വരുന്നതാണ് ന്യൂക്ലിയസ്. ഒരു വലിയ കേന്ദ്രം ഉണ്ടായിരിക്കും. ന്യൂക്ലിയസ് ഉണ്ട്. കോശാംഗങ്ങൾ. ഇവിടെ എന്തൊക്കെയുണ്ട്? പലതരത്തിലുള്ള കോശാംഗങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കോശാംഗങ്ങളും ഇവിടെ കാണപ്പെടുന്നുണ്ട്. കോശ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന നേർത്ത തന്തുക്കളാണ് ഡെൻഡ്രോണുകൾ. ഇവിടെ നിന്ന് വരുന്ന നേർത്ത തന്തുക്കളാണ് ഡെൻഡ്രോണുകൾ. ഇവയുടെ ശാഖകളാണ് ഡെൻഡ്രൈറ്റുകൾ. ഡെൻഡ്രോണുകളുടെ ശാഖകളാണ് ഡെൻഡ്രൈറ്റുകൾ. തൊട്ടടുത്ത മറ്റ് നാഡീകോശങ്ങളിൽ നിന്നും ഡെൻഡ്രൈറ്റുകൾ സ്വീകരിക്കുന്ന സന്ദേശങ്ങൾ കോശശരീരത്തിലേക്ക് കൈമാറുന്നത് ഡെൻഡ്രോണുകളാണ്. അപ്പോൾ നമ്മളിവിടെ ഡയഗ്രത്തിൽ പഠിച്ചു. എന്ത് ചെയ്യും? ഈ ഡെൻഡ്രോണുകൾ മെസ്സേജുകളൊക്കെ ക്യാപ്ചർ ചെയ്യും, അല്ലെങ്കിൽ വലിച്ചെടുക്കും. എന്നിട്ട് ഡെൻഡ്രോണിന് കൊടുക്കും, ഡെൻഡ്രൈറ്റ്. എന്നിട്ടാണ് കോശശരീരത്തിലും പിന്നീട് ആക്സോണൈറ്റിലും സിനാപ്റ്റിക് നോബിലും എത്തുന്നത്. കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് കോശശരീരം വരച്ച ഏറ്റവും നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. അതിൻ്റെ ശാഖകളാണ് ആക്സോണൈറ്റുകൾ. കോശശരീരത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ ആക്സോണുകളിലൂടെ ആക്സോണൈറ്റുകളിൽ എത്തുന്നു. ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗത്തായി മുഴകൾ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് സിനാപ്റ്റിക് നോബ്. എന്താണ് സിനാപ്റ്റിക് നോബ്? ഇതിൽ തൊട്ടടുത്ത നാഡീകോശത്തിലേക്ക് രാസസന്ദേശങ്ങൾ കൈമാറുന്നതിനുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ഉദാഹരണം അസറ്റൈൽ കൊളീൻ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ സിനാപ്റ്റിക് നോബിനെ നമ്മൾ വരച്ചു. സിനാപ്റ്റിക് നോബിനകത്ത് എന്തുണ്ടാവും? അസറ്റൈൽ കൊളീൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാവും. എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ? എന്താണ്? ഈ സന്ദേശങ്ങളൊക്കെ കൈമാറുന്ന ഒരു തരം കെമിക്കലാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പോൾ ഈ സിനാപ്റ്റിക് നോബിൽ എത്തുന്ന ഒരു മെസ്സേജ് ന്യൂറോ ട്രാൻസ്മിറ്റർ വഴിയാണ് അടുത്ത ന്യൂറോണിലേക്ക് എത്തുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ എക്സാമ്പിൾ എന്താണ്? അസറ്റൈൽ കൊളീൻ. ന്യൂറോ ട്രാൻസ്മിറ്റർ അസറ്റൈൽ കൊളീൻ. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? പറഞ്ഞ് പഠിക്കേണ്ടതാണ് കേട്ടോ. ഇനി ഇവിടെ നാഡീവ്യവസ്ഥയിലെ നാഡീകോശങ്ങൾ മാത്രമാണോ ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പലതരത്തിലുള്ള കോശങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തേക്കായിട്ട് എന്താണ് ഇതൊക്കെയെന്ന് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. എപ്പൻഡൈമൽ കോശം, ഒളിഗോഡെൻഡ്രോസൈറ്റ്, മൈക്രോഗ്ലിയൽ കോശം, ഷ്വാൻ കോശം, ആസ്ട്രോസൈറ്റ്. അങ്ങനെ 5 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതെല്ലാം എന്താവും? വരുന്ന ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗങ്ങളിലായിട്ട് നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. അതിൽ നമുക്ക് ആദ്യം ഇപ്പം തന്നെ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? ന്യൂറോഗ്ലിയൽ കോശങ്ങളെക്കുറിച്ചാണ് ആദ്യം പഠിക്കുന്നത്. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും പകുതിയിലധികവും ചിത്രം 2.1 കാണിച്ചിരിക്കുന്ന കോശങ്ങളാണുള്ളത്. ഇങ്ങനത്തെ കോശങ്ങളാണ്
സുഷുമ്നയിലും മസ്തിഷ്കത്തിലും കൂടുതൽ കാണപ്പെടുന്നത്. ഇവയാണ് നമ്മൾ ന്യൂറോഗ്ലിയൽ കോശങ്ങൾ എന്ന് വിളിക്കുന്നത്. വിഭജനശേഷിയുള്ള ഈ കോശങ്ങൾക്ക് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാനോ സന്ദേശങ്ങളെ കടത്തിവിടാനോ കഴിയില്ല. ഇവർക്ക് വിഭജനശേഷിയുണ്ട്, അതായത് ഇവരിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു പെരുകും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു തരത്തിലുള്ള ചൂടിനെയോ തണുപ്പിനെയോ ഒന്നോ മനസ്സിലാക്കാനോ അതുവഴി ഇത് ചൂടാണ് കേട്ടോ എന്ന് അറിയിക്കാനോ ഇവർക്ക് കഴിയില്ല. അപ്പോൾ ഇവർക്ക് വേറെന്തോ കഴിവാണ് ഉള്ളത്. ന്യൂറോഗ്ലിയൽ കോശങ്ങൾ വിവിധ ധർമ്മങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ കൂടി നമ്മളിവിടെ കൂട്ടിച്ചേർക്കണം. ഇപ്പോൾ തൽക്കാലം ഈ 3 നമുക്ക് പഠിക്കാം. നാഡീകോശങ്ങൾക്ക് ആവശ്യമായ പോഷണം എത്തിക്കുന്നു. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു. പ്രതിരോധ കോശങ്ങളായി പ്രവർത്തിക്കുന്നു. അപ്പോൾ നാഡീകോശങ്ങളെ നമ്മൾ പഠിച്ചു. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാനും സന്ദേശങ്ങളെ കൈമാറാനുമാണ് നാഡീകോശങ്ങൾ മെയിനായിട്ടുള്ളത്. അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മസ്തിഷ്കത്തിലും സുഷുമ്നയിലും കാണപ്പെടുന്ന കോശങ്ങളാണ് ന്യൂറോഗ്ലിയൽ കോശങ്ങൾ. ഇവർക്ക് വിഭജനശേഷിയുണ്ട്, എന്നാൽ ഇവർക്ക് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാനോ സന്ദേശങ്ങളെ കടത്തിവിടാനോ കഴിവില്ല. പകരം ഇവരുടെ കഴിവുകൾ എന്തൊക്കെയാണ്? നാഡീകോശങ്ങൾക്ക് ആവശ്യമായ പോഷണം നൽകുക, മാലിന്യങ്ങളെ നീക്കം ചെയ്യുക, പ്രതിരോധ കോശങ്ങളായി പ്രവർത്തിക്കുക എന്നിവയാണ്. ചിത്രീകരണം 2.9 നൽകിയിട്ടുള്ള നാഡീകോശവും ചുവടെ ചിത്രീകരിച്ചിട്ടുള്ള നാഡീകോശവും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുക. നൽകിയിട്ടുള്ള വിവരണം വിശകലനം ചെയ്ത് ഘടനാപരമായ ഈ സവിശേഷത നാഡീകോശങ്ങൾക്ക് പ്രയോജനമാകുന്നു എങ്ങനെയെന്ന് മനസ്സിലാക്കാം. നേരത്തെ നമ്മൾ പഠിച്ച നാഡീകോശത്തിൽ നിന്നും ഒരു വ്യത്യാസം ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. മൈലിൻ ഷീത്ത് ഒരു പാക്കേജ് അല്ലെങ്കിൽ ഒരു പാക്കിംഗ് കൊടുത്ത പോലെ, ഒരു പ്രൊട്ടക്ഷൻ എന്തോ ഒരു ആവശ്യത്തിന് ഒരു കവറിങ് കൊടുത്ത പോലെയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിന് പറയുന്ന പേരാണ് മൈലിൻ ഷീത്ത് എന്ന്. ചില ന്യൂറോണുകളിൽ ആക്സോണിനെ പൊതിഞ്ഞ് മൈലിൻ ഷീത്ത് എന്ന ഒരു ആവരണം കാണപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കി. ഇത് തിളക്കമുള്ള വെളുപ്പ് നിറമുള്ള മയലിൻ എന്ന കൊഴുപ്പ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കൊഴുപ്പ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു ഇൻസുലേറ്ററായി പ്രവർത്തിച്ച്, ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസുലേഷൻ ടൈപ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് ഇപ്പോൾ വൈദ്യുതിനെ കടത്തി വിടാത്ത തരത്തിലുള്ള ടൈപ്പുകളാണ് ഇൻസുലേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ഇൻസുലേറ്ററായി പ്രവർത്തിച്ച് സന്ദേശങ്ങളുടെ പ്രസരണ വേഗത വർദ്ധിപ്പിക്കുക, സന്ദേശങ്ങളെ പെട്ടെന്ന് കൈമാറാൻ വേണ്ടി സഹായിക്കുക, നാഡീകോശത്തിന് പോഷണം ലഭ്യമാക്കുക. നേരത്തെ നമ്മൾ ന്യൂറോഗ്ലിയൽ സെൽസിനും അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുക മുതലായവയാണ് മൈലിൻ ഷീത്തിൻ്റെ മുഖ്യധർമ്മങ്ങൾ. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്ത് നിർമ്മിക്കുന്നത് ഒളിഗോഡെൻഡ്രോസൈറ്റുകളും നാഡികളിൽ മൈലിൻ ഷീത്തിനെ നിർമ്മിക്കുന്നത് ഷ്വാൻ കോശങ്ങളുമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച എന്തായി? ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്താണ്? മസ്തിഷ്കത്തിലും സുഷുമ്നയിലും ഒളിഗോഡെൻഡ്രോസൈറ്റ്, മസ്തിഷ്കം, സുഷുമ്ന ഇവിടങ്ങളിലെ മയലിൻ ഷീത്തിൻ്റെ നിർമ്മാണമാണ് ഇവരുടെ പ്രധാന ധർമ്മം. ഒളിഗോഡെൻഡ്രോസൈറ്റിനെ പറ്റി പറയുമ്പോൾ മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്തിനെ നിർമ്മിക്കുന്നു. ഇനി ഷ്വാൻ കോശങ്ങൾ എന്താണ് ചെയ്യുന്നത്? നാഡികളിലെ, ഇപ്പോൾ നമ്മൾ ഒരു നോർമൽ നാഡി കണ്ടിട്ടുണ്ടായില്ലേ? അപ്പം ഇതാണ് ഒരു നോർമൽ നാഡി. അത്തരം നാഡികളിലെ മൈലിൻ ഷീത്തിൻ്റെ നിർമ്മാണം, നാഡി മൈലിൻ ഷീത്ത് നിർമ്മാണം. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ എന്തൊക്കെയാണ്? 3 ഫങ്ഷൻസാണ്, 3 മുഖ്യ ധർമ്മങ്ങളാണ് നമ്മൾ പഠിച്ചത്. പ്രസരണ വേഗത വർദ്ധിപ്പിക്കുക, നാഡീകോശത്തിന് പോഷണം ലഭ്യമാക്കുക, നേരത്തെ നമ്മൾ ന്യൂറോഗ്ലിയൽ സെൽസിലും പറഞ്ഞു. ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുക. ആക്സോണിലാണ് മൈലിൻ ഷീത്ത് മേജറായിട്ടും കൂടുതലായിട്ടും കാണപ്പെടുന്നത്. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്തെ വൈറ്റ് മാറ്റർ എന്നും കോശശരീരവും മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശഭാഗങ്ങൾ കാണപ്പെടുന്ന ഭാഗത്തെ ഗ്രേ മാറ്റർ എന്നും അറിയപ്പെടുന്നു. അത് നമുക്ക് മനസ്സിലാവും. കാരണം മൈലിൻ ഷീത്ത് ഓൾറെഡി എന്താണ്?
ഒരു വെള്ള നിറമാണുള്ളത് വെള്ള നിറത്തിലുള്ള കൊഴുപ്പാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കൊഴുപ്പുള്ള ഭാഗത്തെ വൈറ്റ് മാറ്റർ എന്നും കൊഴുപ്പില്ലാത്ത ഭാഗത്തെ ഗ്രേ മാറ്റർ എന്നും അറിയപ്പെടുന്നു. ഇവിടെ മൈലിൻ ഷീത്തിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. ഒരു കോട്ടം നാഡീകോശങ്ങളുടെ കോശ ശരീരഭാഗങ്ങളെ ആവരണം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇത്തരം ഭാഗങ്ങളാണ് ഗാംഗ്ലിയോണുകൾ. എന്താണ് ഗാംഗ്ലിയോണുകൾ? നാഡീകോശങ്ങളെ, ഒരു കൂട്ടം നാഡീകോശങ്ങളുടെ കോശ ശരീരഭാഗങ്ങളെ എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണിതെന്ന് വിചാരിച്ചോളൂ. ഇവിടെയൊക്കെ ന്യൂറോണുകൾ ഉണ്ടായിരിക്കും അല്ലേ? ഇവിടെയൊക്കെ ന്യൂറോണുകളുണ്ട്, ഒരുപാട് തരത്തിലുള്ള ന്യൂറോണുകൾ ഇവിടെയൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള നാഡീകോശങ്ങളുടെ കോശ ശരീരഭാഗങ്ങളെ ഒരാവരണം കൊണ്ട് പൊതിഞ്ഞ് അതിനെ ഗാംഗ്ലിയോണുകൾ എന്ന് പറയുന്നു. പരിണാമപരമായി ഉയർന്ന തലത്തിൽപ്പെട്ട മനുഷ്യരിൽ ബാഹ്യവും ആന്തരികവുമായ മാറ്റങ്ങൾക്കനുസരിച്ച് ശരീരപ്രവർത്തനങ്ങളെ രൂപപ്പെടുത്തുകയും അവ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതിന് അനുയോജ്യമായൊരു നാഡീവ്യവസ്ഥ സംവിധാനമാണ് നമുക്ക് പ്രവർത്തിക്കുന്നത്. അതായത് മനുഷ്യനൊരു എന്താ പറയുക, കുറച്ചും കൂടി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ജന്മമാണ്. അല്ലെങ്കിൽ നമുക്ക് മൃഗങ്ങളെക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് എന്തൊക്കെയുണ്ട്, പലതരം ബോധങ്ങളും, നമുക്കൊരു സാമൂഹ്യ ജീവിയാണ്, നമുക്ക് ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്ത കാര്യങ്ങൾ അറിയാം, നമ്മൾ വിവരസാങ്കേതിക വിദ്യ പലതരത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത്തരം നമ്മുടെ കാര്യങ്ങളെയെല്ലാം ഏകോപിപ്പിക്കുന്നത് നമ്മുടെ നാഡീവ്യവസ്ഥയാണ്. അതിന് മൃഗത്തിന് ഉണ്ടാവുമോ? ഇല്ല, അത് മനുഷ്യനുള്ളൊരു കഴിവാണ്. അത്തരത്തിലുള്ള ഒരു ഉയർന്ന നാഡീവ്യവസ്ഥ നമുക്ക് ഉണ്ട്. ഇനി നമ്മൾ ചുവടെ തന്നിട്ടുള്ള ചിത്രം 2.10 നിരീക്ഷിച്ചിട്ട് നാഡീവ്യവസ്ഥയിലെ വ്യത്യസ്ത ഭാഗങ്ങളെ പഠിക്കണം. അപ്പോൾ നാഡീവ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 തരം നാഡീവ്യവസ്ഥയാണ് നമുക്കുള്ളത്. കേന്ദ്ര നാഡീവ്യവസ്ഥ പേരിൽ തന്നെ ഉണ്ട്, അതായിരിക്കും അതിൻ്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ സെൻറ്റർ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചുറ്റുപാടും കാണുന്ന വ്യവസ്ഥയാണ് പെരിഫറൽ നാഡീവ്യവസ്ഥ. കേന്ദ്ര നാഡീവ്യവസ്ഥയ്ക്ക് വീണ്ടും 2 ഭാഗങ്ങളുണ്ട്, മസ്തിഷ്കം, സുഷുമ്ന. അതായത് നമ്മളിപ്പോൾ ഒരു സ്കൂള് പറയുകയാണെങ്കിൽ അവിടുത്തെ ഓഫീസാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ. അവിടെയാണ് HM-ഉം പ്രിൻസിപ്പാളും അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസ്സും ഒക്കെ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ കേന്ദ്ര നാഡീവ്യവസ്ഥയ്ക്ക് 2 തരമുണ്ട്, കേന്ദ്ര നാഡീവ്യവസ്ഥയും പെരിഫറൽ നാഡീവ്യവസ്ഥയും. ബാക്കി സ്റ്റാഫ് റൂമാണ് പെരിഫറൽ നാഡീവ്യവസ്ഥ എന്ന് മനസ്സിലാക്കിയാൽ മതി. കേന്ദ്ര നാഡീവ്യവസ്ഥയിലാണ് മസ്തിഷ്കവും സുഷുമ്നയും ഇരിക്കുന്നത്. പെരിഫറൽ നാഡീവ്യവസ്ഥയിലെ കേന്ദ്ര നാഡീവ്യവസ്ഥയെ അവയവങ്ങളുമായി ബന്ധിപ്പിക്കുന്ന 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്നാ നാഡികളും ഗ്രാഹികളും ഗാംഗ്ലിയോണുകളും ഉൾപ്പെടുന്നു. അപ്പോൾ പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ എന്തൊക്കെയുണ്ട്? 12 ജോഡി ശിരോനാഡികൾ, പിന്നെ 31 ജോഡി സുഷുമ്നാ നാഡികൾ, പിന്നെ ഗ്രാഹികൾ, ഗാംഗ്ലിയോണുകൾ. ഗാംഗ്ലിയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കോശ ശരീരത്തിനെ കവർ ചെയ്തിട്ടൊരു ആവരണം ചെയ്തൊരു ഗോളാകൃതിയിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയാണ് 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്നാ നാഡികളും ഗ്രാഹികളും ഗാംഗ്ലിയോണുകളും ചേർന്ന പെരിഫറൽ നാഡീവ്യവസ്ഥയും മസ്തിഷ്കവും സുഷുമ്നയും ചേർന്ന കേന്ദ്ര നാഡീവ്യവസ്ഥയും കൂടി ചേർന്നാണ് നമ്മുടെ മനുഷ്യൻ്റെ നാഡീവ്യവസ്ഥ പ്രവർത്തിക്കുന്നത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. താങ്ക് യു.